ഗായ്സ് വെൽക്കം ബാക്ക് ടു മൂസീൽസ്. അപ്പോൾ നമുക്കൊന്ന് ചെന്നൈ പോയിട്ട് വന്നാലോ. അപ്പോൾ നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, മിസ്റ്റർ മിസ് തമിഴകം 2025. അപ്പോൾ അതിന് പാർട്ടിസിപ്പേറ്റ് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജ് 22 ആണ് കേട്ടോ. 23 കോളേജിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ 22 വൈകിട്ട് 2 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി 4:30 നമ്മുടെ ബസ്. അപ്പോൾ ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു കോളേജ് ഫാഷൻ ടീമിൽ നിന്ന്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് ബോറടിച്ചു, കാരണം 13 hour ട്രാവലുണ്ട് ഗൈസ്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ തമിഴ്നാടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. അപ്പോൾ ഈ പരിപാടി എന്ന് പറയുന്നത് IMW ഇന്ത്യൻ മീഡിയ വർക്ക്സ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ ഒരാളിതാ ഉറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ വണ്ടി നാഗർകോവിൽ വെച്ച് നിർത്തി. നമുക്കൊന്ന് വാഷ്റൂമൊക്കെ പോയിട്ട് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, റെസ്റ്റല്ല വാഷ്റൂം പോയിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു 5 minutes വണ്ടി നിർത്തി വാഷ്റൂമൊക്കെ പോയിട്ട് വന്ന് നാഗർകോവിലിൽ നിന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി എടുത്തു. അവസാനം എന്താ ഈ ഒരു ഡബിൾ കട്ടിൽ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടി ഞാൻ വിജിലംബിച്ച് കിടക്കുകയാണ് ഗൈസ്. അങ്ങനെ രാത്രിയായാണ്, ഇങ്ങനെ ഇരുന്ന് ബോറടിച്ച് കുറച്ച് നേരം സീരീസൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ, ഒരു പേജൻറ്റ് ഷോ ആണ്. അപ്പോൾ എൻ്റെ ഒരു 3rd പേജൻറ്റ് ഷോ ആണിത്. അപ്പോൾ എന്താവും എങ്ങനെയാവും, ഫസ്റ്റ് ടൈമാണ് ഇത്ര ദൂരെ പോകുന്നത്. അപ്പം വീട്ടിലൊക്കെ പോയി സമ്മതിച്ചു, എങ്ങനെയൊക്കെയോ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ ചെന്നൈയിൽ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ഒരു 10 minutes അവർ കോഫി കുടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. അവസാനം ഇരുന്നിരുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് വണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവിടുത്തെ ഫുഡ് നൈസായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ബസ് കയറി. ഫൈനലി ഒരു മോർണിംഗ് 6:30 ആയപ്പോൾ ഞങ്ങൾ ചെന്നൈ എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ ദിസ് ഈസ് ചെന്നൈ. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് കിളമ്പക്കം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ചെന്നൈ ആയില്ല. പ്രോപ്പർ ചെന്നൈയത്തെ ഇനിയും 20 kilometer ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകൾ എന്താണ് ഗൈസ്. അവിടെ 2-3 കാട്ടുപന്നി ഉണ്ടായിരുന്നു. രാവിലെ എണീച്ച് വെള്ളം കുടിച്ചില്ല, പല്ലും തേച്ചില്ല, ഇങ്ങനെ റോഡിൽ ഇരിക്കുക. ഞങ്ങളെ വിളിക്കാൻ വരേണ്ട ആൾ ഉറങ്ങിപ്പോയി. അങ്ങനെ 2 hours ഞങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഗൈസ് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇങ്ങനെ കീച്ചെയിൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാളല്ല, നമ്മൾ നിൽക്കും തോറും ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇവിടെ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുകയാണ്, തമിഴിലൊക്കെ പറയാണ്. അവസാനം ഇരുന്നിരുന്ന് ഇവിടെ ഒരാൾ അവിടെ തന്നെ ഇന്ന് പല്ലും തേച്ച് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി കീച്ചെയിൻ വെക്കാൻ വരുന്ന കുട്ടികൾ മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുറേ പേര് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇതുപോലെ വന്നിട്ട് പൈസ ചോദിക്കുന്നവരും ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. നമ്മുടെ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ആൾക്കാർ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെന്നൈ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ സമയത്ത് ഒരു മുഷിവൊക്കെ തോന്നിയെങ്കിൽ പിന്നെ ആലോചിക്കുമ്പോൾ ഒരു നൈസ് ചിരിക്കാനുള്ളൊരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ആ കുട്ടിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു ചേട്ടൻ. അവസാനം പൈസ കൊടുക്കുന്നില്ല, അതായത് കീച്ചെയിൻ മേടിക്കുന്നില്ല, ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഫുഡ് വാങ്ങിച്ചു. അല്ല ഇവിടെ കണ്ണാടിയൊക്കെ വെച്ച് ഇവിടെ നിൽക്കുവാണ്. ബാക്കി ഇതാ വേറെ പിള്ളേർ വരുവാണ് ഇതുപോലെ. അപ്പം അവരുമായിട്ട് കമ്പനി ആവുകയാണ്. അപ്പം ഞങ്ങളിവിടെ നിന്ന് ബോറടിച്ചപ്പോൾ ഇവരാണ് നമുക്ക് കമ്പനി തന്നത്. അവസാനം ഇവിടെ അവരോട് സംസാരിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ മാളു ചേച്ചി അവരോട് സംസാരിച്ച് കമ്പനിയായി, തമിഴ് പെണ്ണായി. ഫൈനലി ഞങ്ങൾ ഊബർ വിളിക്കേണ്ടി വന്നു. അങ്ങനെ ഊബർ വിളിച്ച് അവസാനം നമ്മുടെ സ്ഥലത്തോട്ടെത്തി. സംഭവം നമുക്ക് പ്രാക്ടീസിന് പോകേണ്ടതാണ്. നമ്മൾ ചെന്നു ഒരു 6:30 ഞങ്ങൾ വന്നെങ്കിലും ഞങ്ങൾ അവിടെ 2 hours നിന്നു. 8:30 നിന്നു. ശേഷം നമുക്ക് 10:30 ഇവിടെ പ്രാക്ടീസിന് പോകേണ്ടതാണ്. ഈ നിന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം വരെ ഒരു 1 hour ട്രാവലുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ വണ്ടിയിൽ ഇരുന്ന് ഒരു 1 hour ഒരു 45 minutes 1 hour ട്രാവൽ ഉണ്ടായിരുന്നു. ആ ട്രാവൽ കഴിഞ്ഞ് ചെന്നു. ഞങ്ങളവിടെ സ്റ്റേയിൻ്റെ അവിടെ ചെന്നു. പെട്ടെന്ന് റെഡിയായിട്ട് ഞങ്ങൾക്ക് പോകേണ്ടതാണ്, കാരണം 10:30 ഗ്രൂമിങ്. സോ ഫുഡ് കഴിക്കാനൊന്നും നടക്കില്ലെന്ന് മനസ്സിലായി. അപ്പോൾ അത് സോഷ്യൽ ഹബ് ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ടി നഗറിലാണ് കേട്ടോ, ചെന്നൈ ടി നഗർ. അപ്പം ഇത് ആക്ച്വലി നല്ല പ്ലേസ് ആയിരുന്നു. ലോഞ്ച് ഏരിയയിൽ ബാഗൊക്കെ വെച്ച് ഞങ്ങൾ ഈ എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റേ എന്നൊക്കെ പറഞ്ഞ് നോക്കാൻ പോയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്റ്റേയിൽ ഞാൻ നിൽക്കുന്നത്. ഒരു ക്യാപ്സ്യൂൾ റൂം പോലെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഈ ഒരു ഡോമിൽ ഞങ്ങൾ 3 ഗേൾസ് ഇപ്പുറത്തും, അപ്പുറത്തെ റൂമിൽ ബാക്കി 3 ബോയ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ ലോണ്ട്രി ഉണ്ട്, അതുപോലെ കുക്കിംഗ് ഏരിയ ഉണ്ട്. നൈസായിരുന്നു, നല്ലൊരു സെറ്റപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് പെട്ടെന്ന് പോയി റെഡിയാവുകയാണ് ഇവിടെ. അങ്ങനെ ഞാൻ റെഡിയാവാൻ പോയി. അവസാനം ഫൈനലി റെഡിയായി. ബാക്കിയുള്ളവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾക്ക് പറഞ്ഞ പോലെ 10:30 അവിടെ എത്തേണ്ടതാണ്. അപ്പം നമ്മുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഒരു വൈറ്റ് ടീഷർട്ടും ലൈറ്റ് ബ്ലൂ ജീൻസും ഇടാനാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി എല്ലാവരും റെഡിയായി ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ഞങ്ങളുടെ പ്രാക്ടീസ് നടക്കുന്ന ഒരു ജ്വല്ലറീൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അത് ഞങ്ങൾ നമ്മുടെ സ്റ്റേയിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഞങ്ങൾ ചെന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, ബാക്കി കുറേ പേരുണ്ട്. ആക്ച്വലി ഇറ്റ്സ് പേജൻറ്റ് ഷോ. അപ്പം മിസ്റ്റർ കാറ്റഗറി, മിസ് കാറ്റഗറി, മിസ്സസ് കാറ്റഗറി എന്ന് പറഞ്ഞ് കുറേ പേരുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ, ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ കേരളത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ചെന്നൈ, കോയമ്പത്തൂർ എന്നൊക്കെ ഉള്ളവരായിരുന്നു. അപ്പം തമിഴിലും
മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പറഞ്ഞ് ആമ അപ്പടി അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ച് നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിലിപ്പം ഞങ്ങൾ ഇതുപോലെ റാം വോക്ക് ലൈക്ക് നടന്ന് നോക്കാൻ പറയണം. അപ്പോൾ ഇവിടെ മാളു ചേച്ചി ബാക്കിയുള്ളവർക്ക് പഠിപ്പിച്ചും കൂടെ കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു സിംഗിൾ വോക്കിൻ്റെ സംഭവമായിരുന്നു ഇന്നത്തെ ദിവസം നോക്കിയത്. അപ്പോൾ എല്ലാവർക്കും സാഷയൊക്കെ കിട്ടി ഫൈനലിസ്റ്റിന്. കാരണം ആൻഡ് ഇവിടെ മീര ഫൈനലിസ്റ്റിന് സാഷയൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ആൻഡ് ഫൈനലി എനിക്ക് സാഷ കിട്ടി ഗൈസ്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു, ഞാൻ പറഞ്ഞു കുറേ നേരമായിട്ട് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ബിക്കോസ് ഐ എം സോ എക്സൈറ്റഡ്. കാരണം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയിൽ എവിടെ പോയാലും അവിടുത്തെ ആൾക്കാരായിട്ട് മാറണത് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതാണ്. ഇവിടെ വന്നിട്ട് സമോസ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഞങ്ങളുടെ ബ്രേക്ക് എന്ന് പറയുന്നത് 2 മണിക്കാണ് ഞങ്ങൾക്ക് ബ്രേക്ക് തന്നത്. അത് സമോസയും ഈ ഒരു ജ്യൂസും ആയിരുന്നു. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഫസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം ഞങ്ങൾ രാവിലെ എത്തിയ ആ ഒരു വെപ്രാളത്തിൽ ഫുഡൊന്നും ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചില്ല. താഴത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് ഞാനൊരു സ്നിക്കേഴ്സും ഒരു മിൽക്ക് ഷേക്കും എടുത്തിട്ട് ഓടിയതാണ്. എന്നിട്ട് ആ ഒരു സ്നിക്കേഴ്സിലാണ് ഞാൻ ഇത്ര നേരം നിന്നത്. 2 മണിക്ക് എൻ്റെ ഫസ്റ്റ് ഫുഡ്. എനിക്ക് ആക്ച്വലി ഫുഡൊന്നും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങനെ ആവേണ്ടി വന്നു. ആൻഡ് ഞങ്ങൾ പ്രാക്ടീസ് ഒരു 5 മണി 5:30 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ മോളിൽ വന്നു, VR മോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് ആകപ്പാട് കണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് ഈ VR മോൾ തന്നെ. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ചേട്ടനെ കൊണ്ട് മുതലെടുത്തു ഗൈസ്. മസാല ദോശയും ബർഗറും എല്ലാം വാങ്ങിച്ചു. അങ്ങനെ എനിക്ക് ഇത്രമാത്രം കഴിക്കാൻ പറ്റുന്നത് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. കാരണം ആദ്യം മസാല ദോശ കഴിഞ്ഞ് വയറുന്നിറങ്ങില്ല, പിന്നെ ബർഗർ മേടിപ്പിച്ചോ, അങ്ങനെ അതും കഴിച്ചു, കോഫി കുടിച്ചു. ഫുഡ് കണ്ടിട്ടില്ലാത്ത പിള്ളേരെ പോലെയായിരുന്നു ഞാൻ വന്നിട്ട് ചേട്ടാ ഫുഡ് മേടിച്ചാന്ന് പറഞ്ഞത്. ഫൈനലി മോളിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസിൻ്റെ മുന്നേ ഉള്ള സംഭവമാണ്. അപ്പം ക്രിസ്മസ് ട്രീ ഒക്കെ ഇവിടെ മുകളിൽ നല്ല രസമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ താഴെ വന്നപ്പോഴാണ് വേറൊരു സംഭവം ശ്രദ്ധിച്ചത്. നമ്മുടെ ഹൃദയ മൂവിയാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അതിൽ ലാസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കത്തില്ല അവർ അലിയിൽ. അപ്പോൾ അതുപോലെ ഇവിടെ ക്രിസ്മസ് വിഷും അങ്ങനെ ഇതൊക്കെ ആൾക്കാർ എഴുതി വെക്കുന്നതാണ് ഇവിടെ കണ്ടത്. ഇത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എഴുതണമെന്നുണ്ടായിരുന്നു, ഞാൻ എഴുതിയില്ല. പിന്നെ ചെന്നൈയുടെ പറയാൻ വേറൊരു കാര്യമാണ് ഈ ട്രാഫിക്ക്. ഞാൻ ആക്ച്വലി 5 മണിക്ക് 5:30 ഞാൻ ഊബറിൽ കയറിയത്. ഞാൻ ഈ മോളിലെത്തിയത് 7 മണി കഴിഞ്ഞിട്ട് 7:30 ആയിട്ടാണ്. ട്രാഫിക് എൻ്റെ പൊന്നോ ബ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് തന്നെ ചേട്ടൻ കൊണ്ടാക്കി. ആൻഡ് ഇവിടെ വന്നപ്പോൾ കണ്ടാണ് ഈ ഒരു ഗോപുരം പോലത്തെ സംഭവമൊക്കെ. അത് ഷോ ഡേ ആയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ കോമ്പറ്റീഷൻ ഡേ ആണ്. ഞങ്ങളെല്ലാവരും നമ്മുടെ തിങ്സൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയാണ്. കാരണം 7:30 കറക്റ്റ് മേക്കപ്പിന് ഞങ്ങളുടെ അടുത്ത് അവിടെ എത്താൻ പറഞ്ഞാണ്. ആൻഡ് ആസ് യൂഷ്വൽ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഞങ്ങൾ കൈ കിട്ടിയൊരു ബിസ്ക്കറ്റ് എടുത്തിട്ട് ഊബർ ബുക്ക് ചെയ്ത് സമയത്ത് 7:00. അങ്ങനെ ആദ്യം ഞാനും മീര മാളു ചേച്ചിയും കൂടെ ഓട്ടോ പിടിച്ചു. ഞങ്ങളവിടെ സ്ഥലത്തെത്തി. 7:30 എത്തേണ്ട ഞങ്ങൾ 7:25 ഊബർ പിടിച്ചു. കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പം ഇതാണ് സംഭവം, സ്റ്റേജ് IMW ഇന്ത്യൻ മീഡിയ വർക്ക്സ്. അപ്പോൾ അവരാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഇന്നലെ കിട്ടിയത് ബേസിക് ഇൻഡിവിജ്വൽ വോക്കിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേജൊക്കെ കാണാൻ വന്നു. ഇന്നാണ് ഞങ്ങൾക്ക് കൊറിയോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഫഹീം സാറായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ മേക്കപ്പിന് വേണ്ടിയിട്ട്. ഞങ്ങളത് 7:30 വരാൻ പറഞ്ഞു. പിന്നെ അവർ ഒരു 1 hour കഴിഞ്ഞിട്ടാണ് മേക്കപ്പിന് വിളിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ചെസ്റ്റ് നമ്പർ അനുസരിച്ച് ഞങ്ങളെ മേക്കപ്പിന് വിളിച്ചു. അപ്പോൾ രാവിലെ ഇതുപോലെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ അങ്ങനെ നേരെ മേക്കപ്പിൽ പോയി. അപ്പോൾ എല്ലാവർക്കും ആക്ച്വലി ഇവരൊരു ന്യൂഡ് മേക്കപ്പാണ് പറഞ്ഞത് ആൻഡ് ഹെയർ സ്റ്റൈലും. അപ്പോൾ തലേ ദിവസം വരെ പ്രാക്ടീസിന് പോയപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വന്നു, യു ഹാവ് സച്ച് എ നൈസ് ഹെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കോമ്പറ്റീഷൻ അന്ന് വന്നിട്ട് എനിക്കിത് ഈ ബണ്ണാണ് കിട്ടേണ്ടി വന്ന ഗൈസ്. അപ്പോൾ അതിലൊരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ സാരി ഡ്രേപ്പ് ചെയ്ത് ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. നല്ല രസമായിട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ബാക്കിയുള്ളവർ മേക്കപ്പ് ചെയ്യണത് മീരയും മാളു ചേച്ചിയൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി വി ഹാവ് 2 rounds. ഫസ്റ്റ് സാരി റൗണ്ടാണ്, പിന്നെ സെക്കൻഡ് റൗണ്ട് ഒരു ബ്ലാക്ക് കോക്ടെയിൽ വെയറാണ്, ഒരു ബ്ലാക്ക് പാർട്ടി വെയറാണ്. അപ്പം ഫസ്റ്റ് റൗണ്ട് ആക്ച്വലി എനിക്ക് എൻ്റെ ലുക്കിൽ കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു ഗൈസ്. കാരണം എനിക്ക് എൻ്റെ മേക്കപ്പിലും ഹെയറിലും, ബിക്കോസ് എൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹെയർ ആയിരുന്നു. അപ്പോൾ അത് ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് എങ്ങനെയാണ്. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. പ്രാക്ടീസ് മൈ വർക്ക് ബാക്ക് സ്റ്റേജിൽ ഇറ്റ് വാസ് സോ കോൾഡ്. ഭയങ്കര ബോഡിയൊക്കെ നമ്പായിട്ട് മൈ ഹാൻഡ്സ് വർ ഷിവറിങ് എല്ലാവരുടെയും. അപ്പോൾ അതായത് നമ്മൾ സെക്കൻഡ് റൗണ്ട്. അപ്പം ആക്ച്വലി എൻ്റെ വീഡിയോസ് കിട്ടിയിട്ടില്ല, അതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പെട്ടെന്ന് വന്നു ഒരു 5 minutes കൊണ്ട് റെഡി ആവാൻ പറഞ്ഞു. സെക്കൻഡ് റൗണ്ട് ഉണ്ട്. പക്ഷേ ആ സെക്കൻഡ് റൗണ്ട് നിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ദേ വർ സോ നൈസ്. എൻ്റെ ഹെയറൊക്കെ ഇപ്പോൾ ആ സമയത്ത് ഞാൻ അൺടൈ ചെയ്ത് എനിക്ക് ഷിമ്മറൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്ന്. അപ്പോൾ എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട്. ഗായ്സ് അത് ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്തില്ല. എനിക്കും ഒരു ടൈറ്റിൽ കിട്ടി. ആക്ച്വലി മെയിനായിട്ട് മിസ് തമിഴകം, അതുപോലെ മിസ്റ്റർ തമിഴകം ഉണ്ട്. അപ്പോൾ മിസ് തമിഴകം കിട്ടിയ നമ്മളെ മാളു ചേച്ചിക്കാണ്. അതുപോലെ മിസ് റാംബോക്ക് മീരയ്ക്കും കിട്ടി. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്നു. അപ്പോൾ പെട്ടെന്ന് അവർ വിളിക്കുകയാണ്, മിസ് ഗ്ലാമറസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പർ വിളിക്കുകയാണ്. ഐ വാസ് ലൈക്ക്, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എൻ്റെ തന്നെയാണോ? ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. കാരണം എനിക്ക് ആ ഒരു ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ലുക്കിൽ, മറ്റേ സാരിയുടെ. പക്ഷേ എനിവേ പെർഫോം ചെയ്ത് നന്നായിട്ട്. അപ്പോൾ ഫൈനലി ഇതാ ഞാൻ
അങ്ങനെ മിസ് ഗ്ലാമറസ് 2025 എന്നുള്ളൊരു കിട്ടി. ആക്ച്വലി എൻ്റെ ഒരു പേജിൽ എനിക്ക് കിട്ടിയിരുന്ന ഫസ്റ്റ് ഒരു പ്രൈസാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും എല്ലാം കൊണ്ടും. ഗോഡിനും പാരൻസിനും ഫ്രണ്ട്സിനും സപ്പോർട്ട് ചെയ്തവർക്കും എന്നെ ഈ ഒരു ഇതിന് കൊണ്ടുവരാൻ വന്ന എൻ്റെ ഫാഷൻ ടീമിലെ എല്ലാവരും, മാൾച്ചേച്ചിയാലും എല്ലാവർക്കും, അതുപോലെ ഈ ഷോയിൻ്റെ നടത്തിയ ഡയറക്ടർ സാറാണെങ്കിലും പ്രൊഡ്യൂസറാണെങ്കിലും അവർക്കൊക്കെ ഇറ്റ് വാസ് സച്ച് ആൻ അമേസിങ് ഷോ. ആൻഡ് ദാ മീരയ്ക്ക് ഇവിടെ പ്രൈസ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് കാണുന്നത് റാംപ് ക്യൂവിന്. അപ്പോൾ ഞങ്ങൾ 6 പേര് പോയതിൽ 4 പേർക്ക്, നമ്മൾ 6 പേര് ടോപ്പ് ഫൈനലിസ്റ്റായി ആൻഡ് 4 പേർക്ക് പ്രൈസും അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം അതുപോലെ മാൾ ചേച്ചിക്കാണ് മിസ് തമിഴക മെയിൻ ടൈറ്റിൽ കിട്ടിയ. ആൻഡ് വി ആർ സോ ഹാപ്പി. അങ്ങനെ ഞങ്ങൾ പ്രൈസൊക്കെ മേടിച്ചതിന് ശേഷം ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും വന്നിരിക്കുകയാണ്. ആൻഡ് ഗൈസ് ഇതാണ് ഇപ്പോൾ എൻ്റെ സെക്കൻഡ് റൗണ്ടിലെ കോസ്റ്റ്യൂമും. ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും കിട്ടിയിട്ടില്ല, അതാണ്. അപ്പം എൻ്റെ കയ്യിൽ ഫോണിലൊക്കെ എടുത്ത വീഡിയോസാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ദിസ് ക്രൗൺ ആൻഡ് ഐ വാസ് സോ ഹാപ്പി. ആൻഡ് ഞങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു, ഇവിടെ സിംഗിളായിട്ട് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 5 മണിക്കാണ് ഞങ്ങൾ ഇന്നത്തെ ഫുഡ് കഴിക്കുന്നത് ഗൈസ്. അപ്പോൾ ഈ ചെന്നൈ വന്നിട്ടുള്ളൊരു ദിവസം ഒരു നേരമാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളത് മാക്സിമം. അപ്പോൾ ഇതാ വൈകിട്ടത്തെ ബിരിയാണിയാണ്. ആൻഡ് ഇതാ ഞങ്ങൾ 3 പേരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിയിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിലെത്തി. ആൻഡ് ദിസ് നൈറ്റ് നല്ല രസമായിരുന്നു, എല്ലാവരും കൂടെ അടിപൊളിയായിരുന്നു. ടെറസിൽ വന്നിട്ട് ഇവിടെ ആക്ച്വലി ഈ പൂള് കളിക്കാൻ വേണ്ടിയിട്ട് എന്നെ പഠിപ്പിച്ചു തന്നു. അപ്പം ഈ ഒരു സോഷ്യൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു ചേട്ടൻ എന്ന് പറഞ്ഞാൽ നാഗ്പൂരിലൊരു ചേട്ടനാണ്, ഇപ്പുറത്ത് നമ്മുടെ ആലത്തെ ചേട്ടനും ഉണ്ട്. അപ്പോൾ ഇവർ എനിക്ക് പൂള് കളിക്കാനൊക്കെ പഠിപ്പിച്ചു തന്നു. ആൻഡ് ഇറ്റ് വാസ് സോ നൈസ്. ആൻഡ് ചെന്നൈ ഇറ്റ് വാസ് സോ നൈസ്. ആൻഡ് നെക്സ്റ്റ് മോർണിംഗ് രാവിലെ ഞങ്ങളൊരു 11 മണിക്കൊക്കെയാണ് എണീച്ചത്. വിശന്നിട്ട് വയ്യ. അവസാനം താഴത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാഗി വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് മാഗി കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് വെച്ചാൽ. ദിസ് ഈസ് ക്രിസ്മസ് ഡേ ഗൈസ്. അപ്പോൾ 25th ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ രാവിലെ കഴിച്ചതാണ് മാഗി. യെസ്, അങ്ങനെ ഞങ്ങൾ മാഗിയൊക്കെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്, പ്ലേറ്റ് സ്പൂണും എല്ലാം നൈസ്, നല്ല സെറ്റപ്പ് ആണ്. ഞാൻ ലൈക്ക് ഇറ്റ് വെരി മച്ച്. അത് ഞങ്ങൾ നേരെ അകത്ത് റൂമിൻ്റെ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങളുടെ സ്റ്റേ ആക്ച്വലി 2 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും വലിയ റെഡിയായി നിൽക്കുകയാണ് അടുത്ത പുതിയ സ്റ്റേ തപ്പാനും ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. കാരണം ഒരു പ്രസ് മീറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ എനിക്ക് ആക്ച്വലി ചിക്കൻ കഴിക്കാൻ സമയത്ത് ഒരു പേടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പ്ലെയിൻ റൈസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ റൈസ് വാങ്ങിച്ചു. പ്ലെയിൻ റൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്ലെയിൻ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല, വെറും റൈസായിരുന്നു കേസ്. അങ്ങനെ അതൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. ഞങ്ങൾ സ്റ്റേ തപ്പി കുറേ നേരമായി നൈറ്റ് സ്റ്റേ കിട്ടി. അപ്പോൾ അതുവരെ ഞങ്ങൾ ചെന്നൈയിലെ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇതുപോലെ ചായയും കുടിച്ചിരിക്കുകയായിരുന്നു. ആൻഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവമൊക്കെ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആലോചിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ അവിടുത്തെ റോഡിൽ കൂടെയൊക്കെ നടന്ന് അതിനുശേഷം ഞങ്ങൾ ഫൈനലി ഞങ്ങളുടെ സ്റ്റേയിലെത്തി കഴിഞ്ഞു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ പൊറോട്ട ഒരു സ്ട്രെയിറ്റ്നർ വെച്ച് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നിങ്ങളിവിടെ കാണുന്നത്. സംഭവം നമ്മൾ പൊറോട്ട എന്ന് പറഞ്ഞപ്പോൾ അതൊരു കോയിൻ പൊറോട്ട ആയിരുന്നു. ആക്ച്വലി ഒരാൾക്ക് കയ്യിൽ അത്ര പോലും ഇല്ലാത്ത പൊറോട്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊറോട്ട എന്നൊക്കെ പറഞ്ഞ എല്ലാത്തിൽ 2 പൊറോട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ വന്നു. അപ്പോൾ സാധനമില്ല. അവസാനം കറിയുണ്ട്, നല്ല ടേസ്റ്റ് കറി. അവസാനം ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് പോയിട്ട് ഈ ഒരു പച്ച പൊറോട്ട വാങ്ങിച്ച് അത് ഉണ്ടാക്കുന്ന കഴിച്ചാൽ അത് ഫ്ലോപ്പേ ഗൈസ്. നെക്സ്റ്റ് ഡേ 26th ഞങ്ങൾ 3 പേര്, ഞാനും മീര, ഇൻസാഫ്, ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ട്രെയിനിൽ കൂടി ഞങ്ങൾ ജനറലിൽ ഇരുന്ന് വരാൻ ആ ഒരു സാഹസികത ഏറ്റെടുത്തു. കാരണം ഇങ്ങോട്ട് നല്ല കംഫർട്ടബിൾ ലക്ഷറിയിലായിട്ടാണ് വന്നത്. അവസാനം പ്രൈസ് അടിച്ചിട്ട് തിരിച്ചു പോകുന്നത് ഇങ്ങനെ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം പിന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കിട്ടത്തില്ല, എണീച്ച് പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനൊന്നിനും. അങ്ങനെ ട്രെയിനിൽ കിട്ടി. ലക്ലി വി ഗോട്ട് 3 സീറ്റ്സ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ജനറൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ഇത്ര ദൂരം 13 മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പം എണീച്ച് നിൽക്കാൻ പോലും സ്ഥലമില്ല ഗൈസ്. അവിടെ ഫുള്ള് തറയിൽ വരെ ഇരുന്ന ആൾക്കാരിരുന്ന് അത്രയ്ക്ക് ഇതായിരുന്നു. അവസാനം ഞങ്ങൾ സ്നാക്സ് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കട്ട്ലറ്റ്. അതാണ് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച്. അങ്ങനെ അതും കഴിച്ചിട്ടിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെ വന്നപ്പം തൊട്ട് എൻ്റെ വിശപ്പും എല്ലാം പോയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് എത്തിയപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ നല്ല വിശന്നു. അവസാനം പെട്ടെന്ന് പോയിട്ട് ലേസ് മേടിച്ചുകൊണ്ട് വന്നു. അതാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ ഇരുന്നിരുന്ന് ഉറങ്ങി, ലൂഡോ കളിച്ചു. അങ്ങനെയൊക്കെ ഇരുന്ന ഒരു സംഭവം ഉണ്ടായി. മേളത്തെ ബെർത്തിൽ കിടന്ന് ഉറങ്ങിയിരുന്ന ആൾ സൂസു പോയി. താഴത്തെ ബെഡ് ബെർത്തിലൊക്കെ ആയ അവസാനം ഇൻസാഫ് ഇറങ്ങി ഓടി അപ്പുറത്ത് പോയി. ഫൈനലി ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിയിരിക്കുകയാണ് ഗൈസ്. രാത്രി വെളുപ്പിന് 12 മണിക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് ചെന്നൈ ട്രിപ്പ്. ബൈ ബൈ.